തളർത്തിക്കളയുന്നതും നിരാശപ്പെടുത്തുന്നതുമാകുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുവാൻ ഇടയുണ്ട്. അങ്ങനെയുള്ള പ്രതിസന്ധി വേളകൾ ഭക്തന്മാരുടെ ജീവിതത്തിലും സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലും വ്യത്യസ്ത നിലകളിൽ ബാധിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം അതിൻ്റെ 4 വാക്യം, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ലല്ലോ. ഇത് ഏലിയാവ് പറയുന്ന ഒരു വാചകമാണ്. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത ഒരു മനുഷ്യൻ, ദൈവികമാകുന്ന ആലോചനകൾ ഒരു മടിയും കൂടാതെ രാജാവിനോടും പ്രജകളോടും ഒരുപോലെ പ്രസ്താവിച്ച വ്യക്തിത്വം, ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ മനുഷ്യൻ. അതെ, ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവൻ അല്ലല്ലോ. അതെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നിരാശയും പ്രതികൂലവും നമ്മെ പലപ്പോഴും കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ നാം മറന്നു പോകരുത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകി തരുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് നാം വിശ്വാസത്തോടുകൂടി ദൈവത്തെ മഹത്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം അതിൻ്റെ 57 വാക്യം. പിന്നെയും അപ്പോസ്തലനാകുന്ന പൗലോസ് റോമാലേഖനം 8 അധ്യായം 36 വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇതൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ഇടവരരുത്. എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഉറപ്പ്, നമ്മുടെ ധൈര്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം അതിൻ്റെ 20 വാക്യം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ജീവിതത്തിൽ പ്രശ്നം വരത്തില്ലെന്നല്ല, പ്രതികൂലങ്ങളും വ്യാകുലതകളും സംഭവിക്കത്തില്ലെന്നല്ല, എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മോട് കൂടെയുള്ള ഒരു കർത്താവ് ഉണ്ട്. അവൻ നമ്മെ അത്യന്തം ജയപരമായി വഴി നടത്തും.